ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പഴയകാല ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് ജീരാക്കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും വേണ്ടത് പൊടിയരിയാണ്. അപ്പോൾ ഞാൻ അതിന് പകരം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പാലക്കാടൻ മട്ട അരിയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ കഞ്ഞി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത അരി നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു അല്ലി വെളുത്തുള്ളി, കുറച്ച് നല്ല ജീരകം, കുറച്ച് കുരുമുളക്, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരിക്കും തേങ്ങക്കൊന്നും കണക്കൊന്നുമില്ല കേട്ടോ. അത് നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ നമ്മുടെ കഞ്ഞി നന്നായിട്ട് വെന്തപ്പോൾ ഞാൻ അതിനൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള അരപ്പൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ചൊരു ടൈറ്റ് ഉണ്ട്, അപ്പം ഞാൻ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഒരു തിള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഉപ്പ് ഇപ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്താലും മതി. ഈ ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഞ്ഞി ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്നങ്ങോട്ട് മെൽറ്റായി വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ഉള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ പഴയകാല റെസിപ്പി ആയിട്ടുള്ള ജീരാ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.